രണ്ടായിരത്തി 2025 സെപ്റ്റംബർ 23-നും 24-നും തീയതികളിൽ വേറെ വേറെ ചാനലുകളിൽ വന്ന വാർത്തയുടെ ഹെഡുകളിൽ നിന്നും 2-3 ചാനലിലെ മാത്രം ഹെഡിങ് ഞാനിവിടെ വായിക്കുന്നു. ഒന്നിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: പലസ്തീനെ അംഗീകരിച്ച് ബ്രിട്ടൻ. വേറൊന്നിൽ പലസ്തീനെ അംഗീകരിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ, ഇസ്രായേൽ ഒറ്റപ്പെടുമോ? മറ്റൊന്നിൽ ഇസ്രായേലിന് തിരിച്ചടി, പലസ്തീനായി ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നു. ഒരു ഹിന്ദി ചാനലിൽ ഇങ്ങനെ: പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം, 150 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു, ഇസ്രായേൽ തോൽക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഇസ്രായേലികൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ അനുഭവിച്ച കഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. ഇനി മുന്നോട്ട് നോക്കാം. 2023 ഒക്ടോബർ 7-ാം തീയതി അന്ന് മുതൽ ഇസ്രായേലിൽ യുദ്ധം നടക്കുന്നു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് യുദ്ധം, ഇസ്രായേൽ ഹെസ്ബുള്ള, ഇസ്രായേൽ ഹൗതി, ഇസ്രായേൽ ഇറാൻ, ഇസ്രായേൽ ലെബാനോൻ, ഇസ്രായേൽ സിറിയ എന്നിവിടങ്ങളിലേക്ക് ആ യുദ്ധം വ്യാപിച്ചു. ഞാൻ ന്യൂസ് കാണുന്ന ഒരു വ്യക്തിയാണ്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകൾ കൂടാതെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളും കാണാറുണ്ട്. ഈ നടക്കുന്ന യുദ്ധങ്ങളെ ആസ്പദമാക്കിയുള്ള ചർച്ചകൾ പലതും കാണാറുമുണ്ട്. എനിക്ക് അതെല്ലാം വെറും തമാശയായിട്ടാണ് തോന്നാറുള്ളത്. കാരണം അതിൽ പങ്കെടുക്കുന്നവർ യാഥാർത്ഥ്യം അറിയാതെ, ചരിത്രം ഒന്നും അറിയാതെ അവരുടെ ചിന്തകളിൽ വരുന്ന ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. ഈ പ്രോഗ്രാം ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു ഹെഡിങ്ങാണ്: ഇസ്രായേൽ ചാമ്പലാകാൻ പോകുന്നു. ഇറാനിൻ്റെ മിസൈലുകൾ ഇസ്രായേലിനെ നാമാവിശേഷമാക്കി. പലസ്തീൻ രാജ്യം രൂപീകരിക്കാൻ പോകുന്നു. ഈ ചാനലുകളിൽ കൊടുക്കുന്ന ഹെഡിങ്ങും AI ടെക്നോളജി ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്ന തംബ്നെയിൽസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവർ വിശ്വസിച്ചു പോകും. ഇങ്ങനെയുള്ള ആങ്കേഴ്സിനോടും ചാനൽ നടത്തുന്നവരോടും പറയാനുള്ളത്: നിങ്ങൾ ചരിത്രം പരിശോധിക്കുന്നില്ലെങ്കിൽ വേണ്ട, ബൈബിൾ ഒരു വട്ടമെങ്കിലും മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കുക. ബൈബിളിലുള്ള സത്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്ന പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപം കൊണ്ടതിന് ശേഷം 5 യുദ്ധങ്ങൾ, അതിലൊന്നും ഇസ്രായേൽ തോറ്റ ചരിത്രമില്ല. ഇസ്രായേലിന് ചുറ്റും 26 മുസ്ലിം രാജ്യങ്ങൾ, എല്ലാവരും ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ നശിപ്പിക്കാൻ മുൻനിരയിൽ. എന്നിട്ടും ഇസ്രായേൽ തളരാതെ പതറാതെ അവരുടെ മണ്ണിൽ ഉറച്ചു നിൽക്കുന്നു. ലൗകികപരമായി നോക്കുമ്പോൾ ഇസ്രായേൽ ഇന്നും നിലനിൽക്കുന്നതിൻ്റെ കാരണം അമേരിക്ക എന്ന രാഷ്ട്രം അവരുടെ സഹായത്തിനായി ഉള്ളതുകൊണ്ടായിരിക്കാം. എന്നാൽ അമേരിക്ക യാദൃച്ഛികമായി മുളച്ചു വന്നതല്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് 37 ലക്ഷം ജനങ്ങൾ അമേരിക്കയിൽ കുടിയേറുകയും കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം അത് അമേരിക്കയായി മാറുകയും ആയിരുന്നു. അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഒക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഒന്നും തന്നെ യാദൃച്ഛികമായി ഉത്ഭവിക്കുന്നതല്ല. എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നൂറ്റാണ്ടുകളായി യഹൂദന്മാരെ
പീഡിപ്പിക്കുവാനും അവരെ ലോകമെമ്പാടും ചിതറിക്കുവാനും റോമാ സാമ്രാജ്യത്തെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ ചിതറിപ്പോയ യഹൂദന്മാരെ സംഘടിപ്പിക്കുവാനും തിരികെ കൊണ്ടുവരാനും ജർമ്മനി ഒരു കാരണമായി. അതേ ജർമ്മനി തന്നെ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ കൊല്ലുവാനും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ബാക്കിയുള്ള യഹൂദന്മാരെ തുരത്തി ഓടിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിതറിക്കുകയും ചെയ്തു. എന്നാൽ യഹൂദന്മാർ തിരികെ എത്തി. ഇസ്രായേലിൽ ഒരു രാജ്യത്തിന് രൂപം കൊടുത്തപ്പോൾ പുതുതായി ജനിച്ച ഒരു കുഞ്ഞിനെ അതിൻ്റെ അമ്മ എങ്ങനെ സംരക്ഷിക്കുമോ അതുപോലെ അമേരിക്ക ഇസ്രായേലിനെ സംരക്ഷിച്ചു. ഇത് ലോകരാഷ്ട്രങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഇറാൻ എന്ന രാജ്യം അമേരിക്കയെ വലിയ ചെകുത്താനെന്നും ഇസ്രായേലിനെ ചെറിയ ചെകുത്താനെന്നും വിളിപ്പേരിട്ടു. അവർ അമേരിക്കയുടെ പതാക കത്തിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ പതാക കൂടി കത്തിക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, UN സെക്യൂരിറ്റി കൗൺസിലിൽ എപ്പോഴും അമേരിക്ക ഇസ്രായേലിൻ്റെ പക്ഷത്തായിരുന്നു. അതുമാത്രമല്ല, എപ്പോഴെങ്കിലും ഇസ്രായേലിനൊരു പ്രശ്നമുണ്ടായാൽ അമേരിക്ക തൻ്റെ വീറ്റോ പവർ ഉപയോഗിച്ച് യുദ്ധങ്ങളിൽ നിന്നും ഇസ്രായേലിനെ രക്ഷിച്ചിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം പറയാൻ താല്പര്യപ്പെടുന്നു. 1967 ഇസ്രായേൽ സ്വന്തം സ്ഥലം പിടിച്ചെടുത്തപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിന് എതിരായി തിരിഞ്ഞു. അന്ന് അമേരിക്ക മാത്രമായിരുന്നു ഇസ്രായേലിന് ഒപ്പം നിന്നത്. അതേസമയം 1990 ഓഗസ്റ്റ് 2 ഇറാഖ് കുവൈറ്റിൽ അതിക്രമം നടത്തുകയും അത് പിടിച്ചെടുക്കുകയും ചെയ്തപ്പോൾ ലോകരാഷ്ട്രങ്ങൾ അതിന് പ്രതികരിക്കാതെ മാറി നിന്നു. 1997 മാർച്ച് 7 മാർച്ച് 21 UN സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നതെന്തെന്നാൽ ഇസ്രായേൽ പിടിച്ചെടുത്ത അവരുടെ സ്വന്തം സ്ഥലത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ആരംഭിച്ചപ്പോൾ അമേരിക്ക ഒഴികെ എല്ലാ രാജ്യങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞു ആ സ്ഥലം സ്വതന്ത്രമാക്കണമെന്ന്. ഈ പ്രശ്നത്തിനും അമേരിക്ക ഇസ്രായേലിൻ്റെ സഹായത്തിനായി എത്തി. അവരുടെ വീറ്റോ പവർ ഉപയോഗിച്ചു. അമേരിക്കയുടെ ചരിത്രം നമുക്കറിയാം. 1492 ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. അന്ന് മുതൽ 1776 വരെ അത് വേറെ വേറെ 13 ബ്രിട്ടീഷ് കോളനികളും സംസ്ഥാനങ്ങളുമായിരുന്നു. ഇതിനിടയിൽ 1775 ഏപ്രിൽ 19 അമേരിക്കൻ റെവല്യൂഷൻ തുടങ്ങുന്നു. അത് 1783 വരെ തുടരുന്നു. ഇതിന് US വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നു. ഇത് നാം ബൈബിളിൻ പ്രകാരം നോക്കുകയാണെങ്കിൽ 1776 ജൂലൈ മാസം 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപീകൃതമാകുന്നു. 1948 മുതൽ 2024 വരെ 42 പ്രാവശ്യം ഇസ്രായേലിന് വേണ്ടി വീറ്റോ പവർ ഉപയോഗിക്കാൻ വേണ്ടിയാണ് അമേരിക്ക രൂപപ്പെട്ടതെന്ന് തോന്നിപ്പോകും. 2023 വരെ ഇസ്രായേലിൽ ഏകദേശം 97.6 ലക്ഷം യഹൂദികളാണുള്ളത്. എന്നാൽ അമേരിക്കയിൽ മാത്രം 2021 വരെ 75 ലക്ഷം യഹൂദന്മാരാണുള്ളത്. ദൈവത്തിനറിയാം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് അമേരിക്ക ആവശ്യമാണെന്ന്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും അമേരിക്കയുടെ ഫോറിൻ പോളിസി മാറിക്കൊണ്ടിരിക്കുന്നു. 2009 കാലിഫോർണിയയിലുള്ള 20ഓളം യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് ചേർന്ന് ഒരു സംഘടന രൂപീകരിച്ചു. 2017 അവർ ഒന്നായി ഇസ്രായേലിൻ്റെ കൾച്ചറൽ ആൻഡ് അക്കാഡമിക് പോളിസിയെ ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പ്രഖ്യാപിച്ചു. അവർ പറയുന്നത് സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരായി പ്രക്ഷോഭണം നടത്തിയതുപോലെ അമേരിക്ക ഇസ്രായേലിനും എതിരായി നടത്തണമെന്നാണ്. അതിനായി ഇസ്രായേലിന് എതിരായി യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ അവരുടെ കൾച്ചറൽ ആൻഡ് അക്കാഡമിക് പോളിസിയെ ബോയ്ക്കോട്ട് ചെയ്യുക. അതിനുള്ള കാരണമായി അവർ പറയുന്നത് ഗാസ സ്ട്രിപ്പിൽ ഇസ്രായേൽ ജനങ്ങളെ പീഡിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട്
ഗാസ സ്ട്രിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പലസ്തീൻ രാഷ്ട്ര നിർമ്മാണത്തിനുള്ള അനുമതി കൊടുക്കണമെന്നാണ്. UN സെക്യൂരിറ്റി കൗൺസിൽ തങ്ങളുടെ വീറ്റോ പവർ പ്രയോഗിച്ച് ഇസ്രായേലിനെ രക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ രക്ഷിക്കുന്ന അമേരിക്ക ഇസ്രായേലിനെ തള്ളിക്കളയുന്ന അനുഭവം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. 2002 ജൂൺ 24 അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ജോർജ് ബുഷ് തയ്യാറാക്കിയ റോഡ് മാപ്പ് ഓഫ് പീസ് ഓഫ് ജെറുസലേമിൽ പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ പലസ്തീനിന് ഒരു രാഷ്ട്രം രൂപീകരിക്കാനുള്ള അനുമതി കൊടുക്കണമെന്നാണ്. ജോർജ് ബുഷും അതിനുശേഷം വന്ന ബാരക് ഒബാമയും പലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലികളായിരുന്നു. എന്നാൽ അതിനുശേഷം വന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന് അനുകൂലം ആയിരുന്നു. എന്നാൽ അതിന് പിന്നീട് വന്ന ജോ ബൈഡൻ ഇസ്രായേലിന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്തെങ്കിലും മറുവശത്ത് പലസ്തീന് രൂപീകരിക്കാൻ വേണ്ട ഒത്താശകൾ ചെയ്തു കൊണ്ടേയിരുന്നു. അത് നമുക്ക് കാണാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അമേരിക്ക എന്ന രാഷ്ട്രം ഇസ്രായേലിൻ്റെ നട്ടെല്ലായി നിന്നുകൊണ്ട് 42 പ്രാവശ്യം UN സെക്യൂരിറ്റി കൗൺസിൽ വീറ്റോ പവർ ഉപയോഗിച്ചു ഇസ്രായേലിനെ നിലനിർത്തി. അതുകൂടാതെ ഇസ്രായേലിൻ്റെ എല്ലാ കഷ്ടത്തിലും അവരോട് കൂടെ ഉണ്ടായിരുന്ന അമേരിക്ക ഇസ്രായേലിനെ തള്ളിക്കളയുന്ന അവസ്ഥ ഇക്കഴിഞ്ഞിടയ്ക്ക് വന്നു. അതിന് തെളിവായി 2023 ഒക്ടോബർ 7 ഇസ്രായേൽ പലസ്തീൻ ഹമാസ് യുദ്ധം തുടങ്ങുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2022 ജൂലൈ മാസം അന്നത്തെ US പ്രസിഡൻ്റായ ജോ ബൈഡൻ ഇസ്രായേൽ സന്ദർശിക്കാൻ പോകുന്നു. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും ഇതിലെന്താണ് ഇത്ര അതിശയോക്തിയെന്ന്. ഒരു രാഷ്ട്രത്തലവൻ മറ്റൊരു രാഷ്ട്രം സന്ദർശിക്കുക പതിവുണ്ടല്ലോ. പക്ഷേ ജോ ബൈഡൻ്റെ ഈ യാത്രയുടെ വീഡിയോകളും ഫോട്ടോകളും കൂടെ പോയ കോൺവോയുടെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ കൈവശമുള്ള സത്യവേദ പുസ്തകവും ജോ ബൈഡൻ്റെ ഈ യാത്രയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഒന്ന് പരിശോധിക്കാം. ഇത് പരിശോധിക്കുന്നതിന് മുമ്പായി ഈ പ്രോഗ്രാം തയ്യാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് 2025 സെപ്റ്റംബർ 23 24 തീയതികളിൽ വേറെ വേറെ ചാനലുകളിൽ വന്ന വാർത്തയുടെ ഹെഡിങ്ങിൽ നിന്നും 2-3 ചാനലുകളിലെ മാത്രം ഹെഡിങ് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ക്ലിപ്പിങ്ങും ഇവിടെ കൊടുക്കുന്നതായിരിക്കും. ഒന്നിൻ്റെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: പലസ്തീനെ അംഗീകരിച്ച് ബ്രിട്ടൻ. വേറൊന്നിൽ പലസ്തീനെ അംഗീകരിച്ച് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ഇസ്രായേൽ ഒറ്റപ്പെടുമോ? മറ്റൊന്നിൽ ഇസ്രായേലിന് തിരിച്ചടി. പലസ്തീനായി ലോകരാഷ്ട്രങ്ങൾ ഒന്നിക്കുന്നു. ഒരു ഹിന്ദി ചാനലിൽ ഇങ്ങനെ: പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രം, 150 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു, ഇസ്രായേൽ തോൽക്കുന്നു. ഈ ചാനലുകാർ റിപ്പോർട്ട് ചെയ്തതും ബൈബിൾ പറയുന്നതുമായ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഇസ്രായേൽ ജനത ലോകത്തിൻ്റെ നാനാഭാഗത്തും ചിന്നിച്ചിതറിപ്പോയിരുന്നു. എന്നാൽ അവരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു അവർ സ്വന്തം ഭൂമിയിലേക്ക് തിരികെ വരുമെന്നും അവരുടേതായ ഒരു രാജ്യം സ്ഥാപിക്കുമെന്നും ആ രാജ്യം പിന്നീട് ഒരിക്കലും വിഭജിക്കപ്പെടുകയില്ല എന്നുമുള്ളത്. ആ രാജ്യം ഏതാണ്? യഹൂദയും ഇസ്രായേലും. ദൈവം പറയുന്നു അവർ ഒന്നാകും, ഒരു രാജ്യമാകും, അതായത് ഇസ്രായേൽ. ഈ ഇസ്രായേൽ പിന്നെ രണ്ടായി വിഭജിക്കപ്പെടുകയില്ല. ഇവിടെ ഒരു വാക്യം വായിക്കുന്നു, യഹസ്കേലിൻ്റെ പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം: ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതി ആയിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വാക്യത്തിൻ്റെ വിശദീകരണമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നിങ്ങളെ ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.